നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അന്ന് നമ്മൾ ഒരു ചലഞ്ച് ചെയ്തില്ലേ ഗൈസ്, ഫൈൻഡിങ് ദ ഗിഫ്റ്റ്, ന്യൂ ഇയർ ഗിഫ്റ്റ് ഫൈൻഡ് ചെയ്യുന്ന. ഈ വീട്ടിന്റെ പല കോണുകളിലായിട്ട് ഏതാണ്ട് 14 ഗിഫ്റ്റ് ബോക്സുകളാണ് മുതലേ കാത്തിരിക്കുന്നത്. ഗിഫ്റ്റുകൾ അൺബോക്സ് ചെയ്ത് മറന്നു കേട്ടോ ഇവിടെ. ഇനിയും വേണം. അപ്പൊ അന്നോട്ട് മൃദുല പറയണം, എനിക്ക് അതൊന്ന് റിപ്പീറ്റ് ആയിട്ട് എനിക്കൊന്ന് കളിപ്പിക്കണം, ഏട്ടൻ നിന്ന് വട്ടം കറക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം. ശരി, അതുകൊണ്ട് തന്നെ എവള് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് എന്തൊക്കെയോ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും അറിയത്തില്ല ഗൈസ്. 10 റൗണ്ട് ഉണ്ട്. ഇത് മറ്റേത് ഗിഫ്റ്റ് ആയിരുന്നെങ്കിൽ ഇത് ഫുഡാ. അതാകുമ്പോ ഏട്ടന് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ത്വര വരുമല്ലോ. പിന്നെ 10 ഫുഡ് ഞാൻ 10 സ്ഥലങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. ഏട്ടൻ അന്ന് തന്നോലെ കാർഡ് ഞാൻ ഒന്നിച്ചൊന്നിച്ച് തരത്തില്ല. ഒരു കാർഡ് ആദ്യം തരും, പിന്നെ ആദ്യത്തെ ഫുഡ് ഇരിക്കുന്നിടത്ത് അടുത്ത കാർഡും കാണും. അപ്പൊ ഫുഡ് കണ്ടുപിടിച്ചാലേ അടുത്ത കാർഡും എടുക്കാൻ പറ്റൂ, ഫുഡും കഴിക്കാൻ പറ്റൂ. പിന്നെ ഏട്ടൻ അഥവാ ഫുഡ് കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഫുഡ് ഞാൻ കഴിക്കും. അങ്ങനെ പക്ഷെ അങ്ങനെ പറ്റത്തില്ലായിരുന്നു, ഇത് ഞണ്ട്. അപ്പൊ ഞാൻ കണ്ടുപിടിച്ചാലും എനിക്ക് വല്ലതും തിന്നാൻ പറ്റും. അതെ, ഏട്ടന് ഒരു സമയം തരും, ഒരു പരമാവധി ഒരു സമയം തരും. ക്ലൂ ഒന്നുമില്ല. പണ്ടത്തെ ഏട്ടന് ഭയങ്കര സിമ്പിൾ ആയി പോയി കേട്ടോ. ഏട്ടൻ എനിക്ക് തന്നെന്ന് എല്ലാരും പറഞ്ഞു. ഇച്ചിരി ടഫ് ആക്കിയിട്ടുണ്ട് ഏട്ടൻ കണ്ടുപിടിക്കുന്നത്. ഇന്ന് ഞാൻ പട്ടിണി. എടാ ക്ലൂ ഒക്കെ നീയാണ് ഇനി ഹാർഡ്. ഇന്ന് വേറൊന്നും ഇല്ല ഫുഡ്, ഇത് കണ്ടുപിടിച്ച് തിന്ന്. അപ്പൊ മാക്സിമം മത്സരിക്കും. ഏട്ടൻ കണ്ടുപിടിക്കാതിരിക്കാൻ ഞാനും നോക്കും. നിനക്ക് ഫുഡ്, ഞാൻ കണ്ടുപിടിക്കാത്ത ഫുഡേ നിനക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ അതില് ക്ലൂ പിന്നെ എനിക്ക് തരണം. പിന്നെ അങ്ങനെ ഓക്കെ ഗൈസ്. മനസ്സിലായോ? മനസ്സിലായി. അമ്പൂട്ടന് എല്ലാം മനസ്സിലായി. അമ്പൂട്ടനൊന്നും വല്ലതും ഉണ്ടോ ഫുഡ്? അമ്പൂട്ടനൊന്നും ഇല്ല, അവന് ഞാൻ കുറുക്ക് ഓൾറെഡി കൊടുത്ത്. അത്ര പട്ടിണിയാടാ, നമുക്ക് കൊണ്ടിട്ട് കണ്ടുപിടിക്കണ്ടേ? എടാ ചിരിക്കടാ. അപ്പൊ എന്തോ ഇനി അടുത്ത പരിപാടി തുടങ്ങാം. ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, ഞാൻ എവിടെയും വെച്ചിട്ടില്ല. ഏട്ട ആദ്യം കുഞ്ഞിനെ കൊണ്ട് ഇവിടെ നിൽക്കും. ഓക്കെ ഗൈസ്, ലെറ്റ്സ് സീ ഗൈസ്. മാക്സിമം ശ്രമിക്കുന്നതാണ് ഗൈസ്. എനിക്ക് എന്നാലല്ലേ വല്ലതും കഴിക്കാൻ പറ്റും, അതുകൊണ്ട് ഞാൻ നോക്കും ഗൈസ് മാക്സിമം. ഓക്കെ, നമുക്ക് എത്ര ഫുഡ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 10 ഉണ്ട്. ഏട്ടൻ എത്ര സ്കോർ ചെയ്യുന്നു, ഞാൻ എത്ര സ്കോർ ചെയ്യുന്നു നോക്കാം. 10 സ്കോർ ചെയ്താ ഏട്ടൻ എനിക്ക് കടയിൽ പോയി വല്ലതും വാങ്ങിച്ചിരണം. എനിക്ക് കിട്ടിയ ഫുഡിൽ ശകലം വേണ്ട, അവരൊക്കെ കിട്ടുന്നുണ്ട്, അവരോരും കഴിച്ചു. അമ്പൂട്ടൻ ഇച്ചിരി കൊടുത്തു, നല്ല ഫുഡ് ആണെങ്കിൽ. അച്ഛനെയും മോനെയും ഞാൻ പുറത്താക്കി. ഹലോ ഗൈസ്, അങ്ങനെ തിരിച്ചു വന്നിരിക്കുന്നു. റെഡിയാണോ? ഞാൻ റെഡിയാണ്. തുടങ്ങാം. ഇത് തുടങ്ങിയ പിന്നെ ഒരു ബ്രേക്ക് ഉണ്ടാവില്ല, കാരണം ചെയിൻ ആയിട്ട് പോവാ. എനിക്ക് ഇഷ്ടമാണ് ഫുഡല്ലേ. ഐ ലൈക്ക് ഫുഡ്. അതല്ലേ വെറൈറ്റി ആണോ വാങ്ങിച്ചിരിക്കുന്നത്, അതോ വല്ല ഉഴുന്നോടെ വെറൈറ്റിയാ. പക്ഷെ തരുന്ന ഫുഡ് മൊത്തം തിന്നാൻ വേണം. അതുവരെ പറയാറുണ്ടോ? അയ്യോ, വേറെ ആര് പറഞ്ഞാലും ഏട്ടനത് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം ഇച്ചിരി തിന്നുമ്പോഴേ വയറ് വീത്ത് എന്ന് പറയുന്ന ആളാ. നല്ല ഫുഡാണ് നമ്മൾ തിന്നും. ചിക്കനൊക്കെ ആണെങ്കിൽ തിന്നും. ക്ലൂ തരൂ, ന്യായം വേണ്ട. അമ്പൂട്ട അവിടെ ഒരാള് ചുമ്മാരി അടങ്ങി അവിടെ ഇരിക്കുക. ഫുഡിനെ മണം അടിച്ചാൽ വരും. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, ഞാൻ നിന്നെ കൂടുതൽ ഫാഷനബിൾ ആക്കുന്നു. ഞാൻ അങ്ങനെ എടുത്തേക്കുന്നേ, ആ സാധനം പറയുന്നത് പോലെ ഞാൻ എഴുതിയേക്കുന്നത്. ഞാൻ നിന്നെ കൂടുതൽ ഫാഷനബിൾ ആക്കുന്നു. ഇസ്തിരിപ്പെട്ടിയാണോ? ഇസ്തിരിപ്പെട്ടി, അതൊക്കെ എന്ത് വേണേലും നോക്കാം. ഇസ്തിരിപ്പെട്ടി യു മീൻ? അല്ല, ഫാഷനബിൾ ആക്കാൻ മിറർ ആവാലോ. ഫാഷനബിൾ ആക്കിക്കൂടെ? മിററിന് തന്നെ ഫാഷനബിൾ ആക്കാം. ഫുഡിന്റെ കവർ മാത്രമേ ഉള്ളൂ. പേഴ്സിനകത്തുണ്ടോ? ഞാൻ നിന്നെ കൂടുതൽ ഫാഷനബിൾ ആക്കുന്നു. ഫാഷനബിൾ ആക്കുന്ന വസ്തു മിറർ ഉണ്ട് ഗൈസ്. ഇതുണ്ട്, വേറെ കബോർഡ്. ഗൈസ്, ഫസ്റ്റ് ഫുഡ് നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിന്റെ ട്രോയിലാ വെച്ചേക്കുന്നത്, അതുകൊണ്ട് നിന്നെ മാത്രം ഞാൻ പറഞ്ഞേക്കുന്നത്. ഞാൻ നിന്നെയാ ഉദ്ദേശിച്ചേ. ഐ തിങ്ക് ബർഗർ, ചെറിയ എന്തോ സാധനം കേട്ടോ. ഓ, ബർഗർ അല്ല,
എവിടെ ഇതിന്റെ പേരെന്തുവാടാ? എടാ ഇതിനൊരു പേരുണ്ടാ, ഇത് കൊടുക്കാം ഗൈസ്, ഇവിടെ കൊടുക്കാമേ. ആദ്യം തന്നെ മധുരത്തിന്നാവട്ടെ. ഈ മധുരം ആക്ച്വലി അത്ര ഇഷ്ടമല്ല. ഇഷ്ടമല്ലെങ്കിൽ തന്നോ. ഓ ചോക്ലേറ്റ് അച്ചടിയേ, ചിരി കണ്ടിട്ട് എനിക്ക് കൊടുക്കാതിരിക്കോ? എങ്ങനെ കൊടുക്കാതിരിക്കോ? അടിപൊളി സൂപ്പറാണ്. ചോക്ലേറ്റ് വാരി കോഴി ഒഴിച്ച് കുളിപ്പിച്ച് എടുത്തിരിക്കുന്ന സാധനം. അങ്ങനൊക്കെയാ. ഉച്ചിരി എന്റെ കുഞ്ഞിനോട് കൊടു, മധുരമല്ലേ. എനിക്ക് വേണ്ട, ഞാൻ ചോദിക്കത്തില്ല, ചോദിച്ചാലും തരൂലല്ലോ. ഇഷ്ടപ്പെട്ട ഗായ്സ്? അങ്ങനെ നമ്മള് ഫുഡ് അമ്പൂട്ടന് കൊടുത്തേ. അടുത്ത ക്ലൂ ഫുഡിന്റെ ഉണ്ടായിരുന്നു, എടുത്തില്ലേ? ബോക്സിലായിരുന്നു. ബോക്സിനകത്ത് എങ്ങനെ വെക്കുന്ന? ഫുഡിന്റെ അകത്താണ് ലോട്ട് വെക്കുന്നത്. ഫുഡ് മാത്രം ഇങ്ങനെ എടുത്തോണ്ട് വന്നല്ലേ സാധനമേ. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് ഗൈസ്. ഇതൊരു നല്ല ടേസ്റ്റ് ആണ്, പക്ഷെ ഇതൊരു വൃത്തിയായിട്ട് ഫുഡാ. കാരണം പല്ലി മൊത്തം കുറച്ച് കഴിച്ചു. ഞാൻ താണ്ട് അമ്പൂട്ടിന് കൊടുത്ത്, അമ്പൂട്ടിന്റെ വായിരിക്കുന്നുണ്ടോ? അവൻ ഇഷ്ടപ്പെട്ട്. അപ്പൊ അടുത്ത ക്ലൂ വായിക്കൂ. ഞാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വസ്ത്രങ്ങൾ ഇഷ്ടത്തിന് ധരിക്കാം. ഇഷ്ടത്തിന് ധരിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വസ്ത്രങ്ങൾ ഇഷ്ടത്തിന് ധരിക്കാം. കണ്ണാടി, കണ്ണാടിയുടെ ഇഷ്ടത്തിന് നമുക്ക് ധരിച്ചുകൂടെ? അതൊക്കെ ഏട്ടന്റെ ഇഷ്ടം. കണ്ണാടി ഇതിനകത്ത് വല്ല മുട്ട ബോക്സും വെച്ചിട്ടുണ്ടോ? ഞാൻ മാക്സിമം നീ വെച്ചെടുത്ത് വെക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം. അല്ലെങ്കിൽ എല്ലാരും ഞാൻ എന്നെ കോപ്പി എന്ന് പറയത്തില്ലേ? എന്തോടെ പുറകിലൊക്കെ ഒരാൾ നിന്ന് ചവിട്ടുന്ന പുതിയ ഹുഡി. ഇനി ഇന്റലിജന്റ് ആയി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാനുണ്ടെങ്കിൽ അവിടെ തുണി മടക്കി ഇങ്ങോട്ട് വാ. ഡിറ്റക്റ്റീവ് വല്ലതും കിട്ടിയോ? ഒന്നും അങ്ങോട്ട് കത്തുന്നില്ല. ഈ യൂണിറ്റിലാണോ? അത് ഞാൻ പറഞ്ഞു തരണോ? ഞാൻ മാക്സിമം നീ കണ്ടുപിടിക്കാതിരിക്കാനേ ഇത് അടച്ചില്ലെങ്കിലേ അവൻ തുറക്കൂല. ഇപ്പൊ ഒരാള് അതിലില്ല. ഒന്നും കൂടെ തിരിച്ചും മറിച്ചും ഒക്കെ വായിച്ചു നോക്കും. ഞാനുണ്ടെങ്കിൽ ഇഷ്ടത്തിന് ധരിക്കാന്ന് പറയുമ്പം എന്ത് ഗൈസ്, ഒന്നും കത്തുന്നില്ല ഗൈസ്. കണ്ണാടിയാണ്. കബോർഡ് തന്നെയാണോ ഇനി? എടേ വെച്ചെടുത്ത് റിപ്പീറ്റ് വെക്കാൻ എനിക്ക് വട്ടില്ല. അത് ശരിയാണ്. ഞാൻ നീരുന്ന് ആലോചിക്കട്ടെ ഗൈസ്. എവിടെ ഇരിക്കണ്ടേ അതുകൂടെ പറ. ടൈം ഔട്ട് ആവേ. എനിക്ക് ആദ്യത്തെ ഫുഡ് അത്രയും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് മധുരം ഇഷ്ടമല്ലല്ലോ. ഞാൻ ഉണ്ടെങ്കിൽ വസ്ത്രങ്ങൾ പെട്ടെന്ന് ധരിക്കാൻ ഒരു മിനിറ്റ്. അയ്യോ ദാണ്ട് തുറന്ന് അടക്കങ്ങോട്ട്. അമ്പോ അമ്പോ മാത്രം നിന്നെ ഞാൻ പുല്ല് നിന്നെ ഞാൻ കക്കൂസിലല്ലേ. ഒരു മര്യാദയൊക്കെ വേണ്ടേ? അതിനോട് സാമ്യപ്പെടുത്തിയിടാ ഏട്ടാ. എടാ ഞാനുണ്ടെങ്കിൽ വൈകി ഒന്നും കത്തുന്നില്ല. വസ്ത്രങ്ങൾ ഇഷ്ടത്തിന് ധരിക്കാന്ന് പറയുമ്പം അത് നമ്മളെ ഇഷ്ടം നോക്കി ധരിക്കാന്ന് കണ്ണാടിയാണ്. അല്ലെങ്കിൽ പിന്നെ ഇഷ്ടം നോക്കി എന്താണ്? ഒരു ഇഷ്ടം നോക്കിന്നൊന്നും ഞാൻ അത് എഴുതിയിട്ടില്ല. അത് എഴുതിയേക്കുന്നത് മാത്രം വായിക്കും. ഞാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വസ്ത്രങ്ങൾ ഇഷ്ടത്തിന് ധരിക്കാം. ഞാൻ ട്രിക്കായിട്ടൊക്കെ എടുത്തേക്കുന്നത്. ഓ പൈസ ഉണ്ടെങ്കിൽ വസ്ത്രം ഇഷ്ടത്തിന് വാങ്ങിയിട്ട് ധരിക്കാൻ പറ്റൂ. നീ പൈസ വെച്ചാണോ വസ്ത്രം ഉണ്ടാക്കി ധരിക്കുന്നേ? ഒന്നും കത്തുന്നില്ല. അമ്മ 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 വിച്ച അമ്മ അമ്മ ഒന്നിച്ചു പോയാ. അമ്പൂട്ടനോടാ ചോദിക്കുന്നേ. ഒന്നും കത്തുന്നില്ല. കിഡ്നി എടുത്തത് കഴിച്ചു. കിറ്റാണോ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചോ. ഞാൻ പറയാം, ഇരുത്തി ഞാൻ കട്ട് ചെയ്ത് പറയാം. ഞാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വസ്ത്രങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ധരിക്കാം. ജെട്ടി അടിയിടുന്നേ അതല്ല. ഒരു ക്ലൂവും കൂടെ തരാം. ആദ്യത്തെ ആയതുകൊണ്ട് അപ്പൊ എത്ര വലിയ സൈസുള്ള ഡ്രസ്സും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ധരിക്കാം ഞാനുണ്ടെങ്കിൽ. എടാ ഇതൊരു ഒടുക്കത്തെ ക്ലൂ ആയി പോയിട്ടോ. ഇത്ര ഹാർഡാക്കരുത്. അതൊരു ക്ലൂ ആയിരുന്നു കേട്ടോ. നല്ലൊരു ക്ലൂ ആയിരുന്നു. ഇല്ല ഇച്ചിരി കറക്കിയില്ലേ? ഞാൻ പിന്നെ പോട്ടെന്ന് വെച്ച് ആദ്യത്തെ ഏട്ടന് തിന്നാൻ കിട്ടിയില്ല. അമ്പൂട്ടനാ മൊത്തം തിന്നത്. വെജ് പിസ്സ പഫ്.
ഇതായിട്ടെന്ന് അറിയുമ്പോ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിച്ചോളൂ അയ്യോ ഇതെനിക്ക് ഇഷ്ടമാട്ടോ. ഇത് കിട്ടാതിരുന്ന എനിക്ക് ഭയങ്കര വിഷമായി പോയ. അതുകൊണ്ടാ ഞാൻ പിന്നെ പോട്ടെന്ന് വെച്ചേ. ഇനി തരൂല ഫസ്റ്റ് ക്ലൂ ഒരുപാട് ക്ലൂ തന്നില്ല. അതെ, നമ്മൾ തന്നെ റൂൾസ് ഉണ്ടാക്കി നമ്മൾ തന്നെ വൈലേറ്റ് ചെയ്യും. പക്ഷെ ഇനി എനിക്ക് തിന്നണം, ഞാൻ ഇനി തരൂലേ. ഓ ഇത് വെജാണ് ഗൈസ്. കൊള്ളാം, നല്ല കഴിച്ചു നോക്കാം. കടലക്കറി ഉണ്ടാക്കി മൈദ മുക്കി വെച്ചേക്കുക. നല്ല ഫുഡാണെങ്കിൽ അമ്പൂട്ടനോട് കൂടെ എരിയില്ലെങ്കിൽ എരിയുണ്ട് ഉണ്ടോ? എന്താ വേണ്ട, ഞങ്ങള് കോപ്പറേറ്റ് ചെയ്യൂല്ലേ അച്ഛാ, ഞങ്ങൾക്കൂടെ ഇച്ചിരി താ. കൊടുക്കുന്നതിന് മുന്നേ ഞാൻ മറക്കുന്നു. ഇഷ്ടപ്പെട്ടോ? സെക്കൻഡ് റൗണ്ട് ഇഷ്ടപ്പെട്ടോ? ട്രിക്കി ആയിരുന്നില്ലേ? പക്ഷെ നല്ല ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? അപ്രീഷിയേറ്റ് ടഫ് ആയിരുന്നു, പക്ഷെ കറക്റ്റ് അല്ലായിരുന്നു അത്. ചിന്തിച്ചില്ല. പോട്ട് ഇനി ഞാൻ തരൂല ക്ലൂവേ. ക്യുറ്റ് എന്ന് പറഞ്ഞാ ക്യുറ്റാ. അയ്യോ ഞാൻ അവിടെ കൂപ്പൺ എടുത്തില്ല. ഇനി നീ ആദ്യം കൂപ്പൺ എടുത്തിട്ടേ ഫുഡ് എടുത്താ ആദ്യേ. എനിക്ക് ഫുഡ് കണ്ട പിന്നെ വേറൊന്നും ഓർമ്മയില്ല. മൂന്നാമത്തെ റൗണ്ട്. നിങ്ങൾക്ക് ടൂർ പോകാൻ ഞാൻ വേണം. നിങ്ങൾക്ക് ടൂർ പോകാൻ ഞാൻ വേണം. അതിന് നീ ടൂർ പോകുമ്പോ നിക്കറിടാറില്ലല്ലോ. ചുമ്മാ കോഡ് ഫൺ ഫൺ ഫൺ. എന്ത് പറഞ്ഞാലും റൂമിൽ കയറും, എന്ത് ക്ലൂ വന്നാലും റൂമിൽ കയറും. കിട്ടി. അതെങ്ങനെടാ? സിമ്പിൾ ആയി പോയല്ലേ? ഇതെന്തോ ചുട്രാപ്രി ആയിട്ടോ. ഈ ഉളുന്ത് വടയാണ് കഴിച്ചത്. ചിക്കൻ മാത്രം മതിയല്ലേ? വട എനിക്ക് ഇഷ്ടമാണ്. അത് മൊത്തം തിന്നാൻ വേണം. നല്ല വട. ചായക്ക് തരുമോ? ഇല്ല. ഞാൻ സോറി, ചലഞ്ച് ഈസ് ചലഞ്ച്. ഈ കൂപ്പൺ നോക്കാത്തത് ആസ്വദിച്ച് കഴിക്കാലോ, അല്ലെങ്കിൽ ഇത് നോക്കി ടെൻഷൻ ആവും. അത് നോക്കണ്ട, നീ ഇരിക്കുന്നിടത്ത് അത് എടുത്താ മതി. തിന്ന് കഴിഞ്ഞ് നോക്കിയാ മതി. നല്ല വട. അല്ലെങ്കിൽ നീ തിന്നുന്ന സമയത്ത് അത് തിങ്ക് ചെയ്യും. അത് കാണുമ്പോഴേ തിങ്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നല്ല വട. വെള്ളം വേണമെങ്കിൽ അടുത്ത ചലഞ്ചിലേ ഉള്ളേ, അതുകൊണ്ട് പതിയെ തിന്നു. വെള്ളത്തിൽ എന്തെങ്കിലും ഉണ്ടോ? വല്ല ഷാർജസേക്കോ? അതൊക്കെ എടാ അതൊന്നും പറയത്തില്ല. അതൊക്കെ അന്നേരം കിട്ടുമ്പോ കഴിച്ചോടാം. എനിക്ക് ഇഷ്ടമായി ചാർജ്. സൂപ്പറാ. ഇപ്പൊ തരാം. ഒന്നുപോലും കിട്ടിയില്ല. പക്ഷെ ഒരെണ്ണം കിട്ടേണ്ടതാ. ഞാനത് പിന്നെ സെക്കൻഡ് ആയതുകൊണ്ട് അങ്ങ് പോട്ടേന്ന് വെച്ചതാ. ഓക്കെ, ഇനി ക്ലൂ വായിച്ചോളൂ. എന്നാ ഇച്ചിരി വെള്ളം കുടിച്ചോ. നെഞ്ചിത്തിരുന്നാലേ അടുത്ത ചലച്ചെടുക്കാൻ പറ്റൂല. വെള്ളം ഇല്ലേ അവിടെ? അങ്ങോട്ട് തോണ്ടിച്ച്. അമ്പൂട്ടന്റെ വെള്ളം. അമ്പു നിന്റെ വെള്ളം എടുക്കുന്ന അച്ഛൻ. അയ്യോ ഞാൻ എടുത്തിരുന്നാ വെച്ചോ. എല്ലാത്തിനും ഞാൻ വേണം, പക്ഷെ ഞാൻ നിങ്ങളെ കരയിപ്പിക്കും. എല്ലാത്തിനും ഞാൻ വേണം, പക്ഷെ ഞാൻ നിങ്ങളെ കരയിപ്പിക്കും. അമ്പൂട്ടനാണോ അമ്പു? നമ്മളെ കരയിപ്പിക്കുന്നേ. എല്ലാത്തിനും ഞാൻ വേണം, പക്ഷെ ഞാൻ നിങ്ങളെ കരയിപ്പിക്കും. സവാള. അത് പൊളിയായിരുന്നു കേട്ടോ. അത് സെറ്റ്. ഇഷ്ടപ്പെട്ടു. അത് ഇച്ചിരി സിമ്പിൾ ആയി പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. നഗറ്റ്സ് ആണോ? തയ്യാറായിട്ട് നിൽക്കുക. അത് നൈസ് ആയിരുന്നു കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. അമ്പൂട്ടനെ അവനെ വെച്ചോണ്ട് വീഡിയോ എടുക്കുന്ന നമ്മൾ ടാസ്ക് ആണ്. ഇത് 2 ചിക്കനാണോ? രണ്ടെണ്ണമെങ്കിലും തന്നില്ലേ? തിന്നങ്ങോട്ട്. ഇത് KFC ആണോ? വേറൊരു ഫ്ലേവർ. ഞാൻ ചോദിച്ചില്ലല്ലോ, തിന്നങ്ങോട്ട്. ഞാൻ ഇവിടെ പട്ടിണിയാ. ഇപ്പൊ ഇച്ചിരി വിശപ്പൊക്കെ അടങ്ങിയില്ലേ? അതല്ല, ഇത് നോർമൽ ടേസ്റ്റ് അല്ല. നല്ല സ്പൈസി, നല്ല ഫ്ലേവർ ഫ്രൈഡ് ചിക്കന്. മനഃപൂർവ്വം. ആ നമ്മളെ ആദ്യം മേലത്തെ ടോപ്പിൽ ഫാം ആയത് കഴിച്ചു കഴിഞ്ഞോ? ഇനിയെങ്കിൽ ലോട്ട് വായിര്. അതെ, ഒരു മിനിറ്റ്. നീ കണ്ടുപിടിക്കുന്ന ലോട്ടൊക്കെ എവിടെ? കണ്ടുപിടിച്ച ലോട്ട് അവിടെ വെച്ചിട്ടുണ്ടോ? കൺഫ്യൂസ് ആവും. ഓക്കെ. അമ്പൂട്ടാ നിന്റെ കുപ്പി. ഞാൻ ഉണ്ടേൽ
നിങ്ങൾക്ക് കാശ്മീർ പോകണ്ട. ഇത് എത്രാമത്തെ? അഞ്ചാമത്തെ. ഓക്കെ. ഞാനുണ്ടെങ്കിൽ നിങ്ങൾ കാശ്മീർ പോകണ്ട. ഫ്രിഡ്ജാണോ? ഫ്രിഡ്ജിനാണല്ലോ മഞ്ഞുള്ളത്. ഞാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീർ പോകണ്ട. അഞ്ചെണ്ണത്തിൽ നമ്മൾ 5 കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ജസ്റ്റ് ഒന്നാണ് ഗൈസ്. ഫ്രിഡ്ജിൽ പല സാധനങ്ങളും കാണും, പക്ഷെ ലോട്ടുള്ള സാധനം വേണം എടുക്കാൻ. ക്യാരറ്റ്. അത് ശരിയാ കേട്ടോ. കണ്ട സാധനം എടുത്തിട്ട് കാര്യമില്ല. അതിലൂടെ ലോട്ട് അല്ലല്ലോ. ഗൈയോടെ ചിക്കൻ നിന്നിട്ട് ആരോണെ തൊടുന്നു വെട്ടും ഞാൻ കൈ. അതാ പിന്നെ ഈ ഫ്രിഡ്ജിനകത്ത് മീൻ വെച്ചില്ലേ? അത് മേളിൽ ഫ്രീസറിലല്ലേ? ഉണ്ട് ഫ്രിഡ്ജിലല്ലേ? നിനക്ക് ആ ഫുഡ് വേണമായിരിക്കും. അപ്പൊ നല്ല ഫുഡാ. നിന്റെ വയറ് നിറഞ്ഞില്ലേ? എടി ഞാനുണ്ട് നിങ്ങൾ കാശ്മീർ പോകണ്ട. ഞാനുണ്ടെങ്കിൽ കാശ്മീർ കൂടെ നമ്മൾ മഞ്ഞുള്ളാനല്ലേ പോണേ. മഞ്ഞ് റിലേറ്റഡ്, തണുപ്പ് റിലേറ്റഡ് ആണ്. കക്കൂസിലെ ഷവറാണോ? ഞാൻ ഒന്നും പറയുന്നില്ല. എടാ ഒന്ന് പറഞ്ഞു രണ്ടാമത്തെ നീ കക്കൂസ് ചിന്തിക്കുന്നെടാ. ഞാൻ ഇപ്പഴും അതിനകത്ത് അതുകൊണ്ട് സമ്മതിച്ച്. ഞാനുണ്ട്. മീൻ വറുത്ത് തിന്നാനാണോ? അല്ലല്ലേ? ഓക്കെ, അതല്ല. ദേഷ്യപ്പെടണ്ട. ടൈം കഴിയുവേ. അയ്യോ കഴിയല്ലേ. ഇനി ഫ്രിഡ്ജല്ല. അപ്പൊ ഫ്രിഡ്ജല്ല. ചൂടിനടുപ്പം പറയോ? ഇച്ചിരി ഇല്ല, ഒരിച്ചിരി ഇല്ല. അന്ന് ഞാൻ ഇവർക്ക് നല്ല ക്ലൂ കൊടുത്തായിരുന്നു. എന്ന് നീ എപ്പോ തന്നടാ ക്ലൂ? എനിക്ക് കണ്ണിച്ചോര കൊണ്ടോടി മാക്കറി നിനക്ക്. അവൻ തന്നത് സിമ്പിൾ ആയിരുന്നു, അല്ലാതെ എനിക്ക് ഒരു ക്ലൂവും തന്നില്ല. എനിക്കത് വേണം. എനിക്ക് വേണം. മഞ്ഞ ഇപ്പൊ ഇവിടെ അല്ല കോപ്പുമാവോട്. ഞാനുണ്ട് നിങ്ങൾക്ക് കാശ്മീർ പോവണ്ട. ഐ ക്വിറ്റ്. നമ്മള് സമയം ഒരുപാട് എടുക്കുന്നുണ്ടല്ലോ. അത് ഫോൾസ് ആണ്. അപ്പം താങ്കൾ ഇവിടെ കൈയെട്, ഞാൻ നിനക്ക് സൂം ചെയ്ത് കാണിച്ചു. അതിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യാതെ. എടാ എന്തൊരു മൊണ്ണയാടാ. ഞാൻ അത് മൊണ്ണയാടാ. നീ പോയി എടുത്തോ അത്. എടാ അത് എന്ത് പരിപാടിയായി. കഷ്ടപ്പെട്ട് മണ്ടയിലെടുത്ത് വെച്ചാ. ഞാൻ വിചാരിച്ചു നീ ഇവിടൊക്കെ വരുമ്പോ അത് കാണുമോ ടെൻഷൻ ആയിരുന്നു എനിക്ക്. എടാ അവിടെ വെച്ചേക്കുന്നു ഗൈസ് അവള്. അത് എന്തൊരു മന്ദബുദ്ധിത്തരം ആയിപ്പോയി ഗൈസ്. എനിക്ക് ഞാൻ എന്ത് കഷ്ടപ്പെട്ട് എത്തി വലിഞ്ഞു വെച്ചറിയോ. അങ്ങനെ ചിന്തിച്ചില്ലടാ. നീ ഇത്രയും പൊക്കം ഇല്ലാതെ അതെന്താ ചിന്തിക്കാ? ഞാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരിൽ പോവണ്ട. ഇത് 16 ലിട്ട് ഫാൻ സ്പീഡ് കൂട്ടി വെച്ചാ നല്ല തണുപ്പില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. എടുക്കാൻ സഹായിക്കൂ? ഇല്ല, എടുത്ത് തന്നാ തരത്തില്ല, സഹായിക്കൂല. ഞാനേ ഇങ്ങനെ ആക്കിട്ട് ഇങ്ങനൊക്കെ വെച്ചാട്ടോ. എനിക്കറിയേണ്ട ആവശ്യമേ ഇല്ല. തലാണെ ചവിട്ടിക്കൂടാ, എന്നാലും നമുക്ക് 2 തലാണെ എടുക്കാം. കൈസത് എടുക്കാതെ അവിടെ ഇരുന്ന് ചലഞ്ച് കഴിഞ്ഞിട്ട് അത് എനിക്ക് എടുക്കണം കൈസ്. ഇല്ല എടാ നീ ഇത് എങ്ങനെ എടുത്ത് ഞാൻ ഇങ്ങനെ വെച്ചിട്ടേ അങ്ങ് തള്ളി കൊടുത്താട്ടോ. ചിക്കൻ തിന്നേ. ദൈവമുണ്ട്. ഞാൻ നിനക്കൊരു സഹായം ചെയ്തിട്ട് ഡൊമിനോസിലെ ചിക്കൻ. ഗൈസ് ഇപ്പൊ ഇത് എത്രാമത്തെ ആയിരുന്നു? 5ാമത്തെ റൗണ്ടിൽ. എനിക്ക് എന്തോ 5 ലക്കിയാണ്. എല്ലാ കാര്യത്തിലും എനിക്ക് 5 ലക്കിയാണ്. ലോട്ട് ഞാൻ വായിക്കുന്നില്ല. സിംബയുടെ ടീഷർട്ട് ഇറങ്ങിയിരിക്കുക മനുഷ്യനെ പറ്റിക്കേ. അങ്ങനെ ഒരു പോയിന്റ് അവക്ക് കിട്ടി ഗൈസ്. അതുമല്ല അത് 3 പീസ് ഉണ്ട്. എത്ര പീസ് ഉണ്ടായിരുന്നു? എനിക്ക് 2 പീസായിരുന്നു. തിന്നട്ടെ? എടാ ഇത് ഞാൻ ആദ്യമായിട്ടോ ഡൊമിനോസിലെ സ്റ്റീംഡ് ചിക്കൻ ഞാൻ ഇതിട്ടും കഴിച്ചിട്ട്. ഇനി പോകുമ്പോ വാങ്ങിച്ചത് ഇത് ഞാൻ തിന്നേ. ശരി കുഴപ്പമില്ല. കഴിച്ചോ. ഹൗസ് ഇറ്റ്? പൊളി സാധനം. ഇന്ന് വെള്ളം ഇറക്കുന്ന ഇത് വെള്ളം ഇറക്കിയില്ലല്ലോ ഞാൻ. അടുത്തതുണ്ടല്ലോ എനിക്ക്, കുഴപ്പമില്ല. അടിപൊളി സാധനം കേട്ടോ. അതല്ല കാണുമ്പോ അറിയാടാ, നല്ല സോഫ്റ്റ്. എനിക്കറിയാം നീ ആദ്യം അത് പറയും ഫ്രിഡ്ജ് തുറക്കത്തോളൂ. എടാ സത്യടാ, എനിക്ക് അങ്ങ് AC-ലോട്ട് പോയതേ ഇല്ലടാ. ചില കാര്യങ്ങൾ നമുക്ക് പിന്നെ കത്തത്തോളൂ കേട്ടോ. ഞാനൊരു ട്യൂബ് ലൈറ്റ് ആവണമെന്ന്. അതെ, നീ വെച്ച സ്ഥലങ്ങളിൽ മാക്സിമം ഞാൻ വെക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഇക്കൂല്ല. ഒരു പോയിന്റിൽ പോയത് വിഷമമുണ്ട്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത പിടിക്കാം. ഇവള് വിശന്നിരിക്കുവായിരുന്നു കേട്ടോ. അതാ എനിക്ക് ഓരോന്ന് കിട്ടുമ്പോഴേ ഇവക്ക് സങ്കടമായിരുന്നു കേട്ടോ. ചിക്കൻ
നീ എന്നെ കൊതിപ്പിച്ച് തിന്നു. എനിക്കത് ഭയങ്കര വിഷമമായി പോയി. അതിനടുത്ത് എനിക്ക് കിട്ടി. മതിയടി, അത് തീർന്നടി. അത് എനിക്ക് ഇന്നത്തേക്കുള്ളതായി കേട്ടോ. എനിക്കിനി ഇത് കിട്ടിയില്ലേലും കുഴപ്പമില്ല. റിവഞ്ചാ. ഫേസ് ഒക്കെ ഇരിക്കും നോക്കി. സിക്സ്ത് റൗണ്ട് അല്ലേ? സിക്സ്ത് റൗണ്ട്. നിങ്ങൾ ആരോഗ്യവാനായി ഇരിക്കാൻ എല്ലാ അഴുക്കും ഞാൻ സഹിക്കും. ബ്ലൂ പ്രിന്റ് എടുക്കട്ടെ. അതിന് കുനിഞ്ഞെടുക്കുന്ന ബ്ലൂ പ്രിന്റ്. വിജയ് അങ്ങനെ. നിങ്ങൾ ആരോഗ്യവാനായിട്ടിരിക്കാൻ വാഷിംഗ് മെഷീൻ ഞാൻ അന്ന് വെച്ചോണ്ട് അവള് വെക്കാൻ സാധ്യതയില്ല. ഇനി നോക്കിയേക്കാം, ഒരു ഇത് കളയണ്ട. അതില്ല. നിങ്ങൾ ആരോഗ്യവാനായി ഇരിക്കാൻ എല്ലാ അഴുക്കും ഞാൻ സഹിക്കും. വേസ്റ്റ് ഓട്ടയെല്ലാം കൊണ്ട് ഇട്ടാ ഫുഡ്. ആരോഗ്യവാനായിരിക്കാൻ എല്ലാ അഴുക്കും. അമ്പുവേ ഹെൽപ്പ് ചെയ്യോ? അച്ഛനെ ഹെൽപ്പ് ചെയ്യോ? അമ്പു അവിടെ തിന്നുക. എടാ അമ്പു, ആരോഗ്യവാനായി ഇരിക്കാൻ എല്ലാ അഴുക്കും ഞാൻ സഹിക്കും. എന്തുവാ? പക്ഷെ അവൻ നേരത്തെ ഇങ്ങനെ തലയായിട്ട് എങ്ങനെ സംസാരിച്ചേ? തലയായിട്ട് I know baby, I know. What you know? പറയട്ടെ എന്തോന്ന്? പറ. പ്യൂരിഫയർ ആയിരിക്കണം മേ ബി. നീ പെട്ടെന്ന് അങ്ങോട്ട് ആദ്യം കത്തിയതായിരുന്നു കേട്ടോ. ഇതെന്തോന്നടി ഇത്? സിപ്പം? ഇതെന്ത് സാധനം ഇത്? എനിക്കറിയാം ഗൈസ് വിരട്ടെ. ഇതെന്തോ ചോക്ലേറ്റ് സ്പൂൺ ഉണ്ട്. തരാം, വെയിറ്റ് ചെയ്തോണ്ട്. ആ കവറിലുണ്ടോ? ആ കവറിൽ സ്പൂൺ ഉണ്ട് ഇതിനകത്തോ? ഇത് മറ്റേ നമ്മൾ നേരത്തെ തിന്നതിന്റെ തന്നെ ചോക്ലേറ്റ് ജാറാന്ന് തോന്നുന്നു. നിനക്ക് ഇഷ്ടമല്ലാത്ത കിട്ടത്തോളല്ലേ? ഇതൊക്കെ മൃദുലേക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള സാധനം. അതിൽ അലിഞ്ഞു പോയി. ഡെലിഷ്യസ്. നീയെ തിന്നെങ്കിൽ അതിന്റെ ടേസ്റ്റ് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മൊത്തം വേണ്ട കേട്ടോ. നമുക്ക് ബാക്കി അമ്പോട്ടിന് വേണ്ട. ലോട്ട് എടുത്തായിരുന്നോ? ഏഴാമത്തത് ഗൈസ്, ഞാൻ ഇഷ്ടപ്പെടുന്നത് പുറത്ത് കളിക്കാനാണ്, പക്ഷെ ഞാൻ എപ്പോഴും വീട്ടിനുള്ളിലാണ്. കാറാണോ? അല്ല, ഇത് പുറത്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. ഒരു മരം പോലെ നിന്നോണം കേട്ടോ. മരം പോലെ, ഒരു വികാരം ഇല്ലാണ്ട്. തരൂല, കാരണം തീരാറായി. എനിക്ക് തരൂല ക്ലൂ. എല്ലാം എന്തുണ്ടെങ്കിലും ആ റൂമിലോട്ട് ഇരുന്നൊക്കെ ആലോചിക്കുന്നതാ. ഇരുന്നാലേ ആലോചന എടുത്തുള്ളല്ലേ. അപ്പൊ ഇതല്ലേ ബാത്റൂമിനകത്ത് കയറി ചെയ്തിട്ട് ഓരോ കണ്ടന്റും കൊണ്ടുവരുന്നേ. ബാത്റൂമിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ കണ്ടന്റിനെ പറ്റി ആലോചിക്കുന്നത്. വൃത്തിയോട് പറയാ. ഷൂസ് ആണോ? അല്ല, അതൊരു ചോദിക്കട്ടെ. ഷൂ ഇട്ടോണ്ട് നീ പുറത്തു വരില്ലേ? ഉണ്ട്. അല്ല സോറി, എന്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ് ഗൈസ്. ഹെൽമെറ്റ് കിട്ടി, സാധനം കിട്ടി. എന്ത് സാധനം? എന്താണെന്ന് പറഞ്ഞിട്ട് നോക്ക്. ക്രിക്കറ്റ് ബാറ്റ്. അതെങ്ങനെയായിരുന്നു അറിയാം? എടാ, ഇത് ക്രിക്കറ്റ് ബാറ്റ് അല്ലേ? പുറത്ത് ഇത് എടുക്കാറില്ലല്ലോ. എടാ അതൊക്കെ നല്ലൊരു ക്ലൂ ആട്ടോ. അതൊക്കെ കൊള്ളാം കേട്ടോ. കൊള്ളായിരുന്നല്ലേ? ഇതിനകത്ത് മൊത്തവും പൊടിയാണല്ലോ. എനിക്ക് അടുത്ത ക്ലൂ എടുക്കണമെങ്കിൽ പൊടി മാറിയില്ല. ക്ലൂ കിട്ടിയില്ല. അയ്യോ, ഇതിനകത്ത് പൊടി. മറ്റേ ലോട്ട് എന്തി? അതതിനകത്ത് മോളി വെച്ച് അവിടെ ഇരിക്കും. അത് വേണ്ട, ഒന്ന് കിട്ടുമ്പോ ഒന്ന് വേണ്ട. അതെന്താന്ന് പറയാം, മെറ്റോ ഷോട്ടിന്റെ ബാറ്റ് ആണ് ഗൈസ്. അത് മെറ്റോ ഷോട്ടിന്റെ ബാറ്റ് ആണ്. അത് എനിക്ക് ആക്ച്വലി വന്നിട്ട് കുറെ നാളായി. ഗെയിം കളിക്കുന്നതാണ് ക്രിക്കറ്റ്. അല്ല, അതില് ഒരു റോങ് ഉണ്ട്. എടാ, അതെനിക്കറിയാം. അത് പുറത്ത് കളിക്കാൻ പറ്റില്ല, ടിവിയിൽ കണക്ട് ചെയ്ത് കളിക്കുന്ന സാധനം. പക്ഷെ ക്രിക്കറ്റ് ബാറ്റ് എപ്പോഴും ഗ്രൗണ്ടിലല്ലേ കളിക്കണ്ടേ? ഞാൻ അങ്ങനെ തിങ്ക് ചെയ്ത് അത് പുറത്തുകൊണ്ടും പറ്റത്തില്ലല്ലോ. ഓ ശരി. സുഖിയൻ, നീ എനിക്ക് ഇഷ്ടമല്ലാത്ത ഫുഡുകളാണ്. നീ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഈ സുഖിയൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്പുടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾക്കുള്ള നിങ്ങളങ്ങ് ഓർഡർ ചെയ്ത് വാങ്ങി തിന്നാ പോലെ. മനുഷ്യൻ ഇത്രയും കിടന്ന് ചുറ്റി സുഖിയൻ തന്നേക്കുന്നു. ഹെൽത്ത് ചെയ്യാൻ മോനെ. ചിക്കൻ മാത്രം തിന്നാ പോലെ ഇതും തിന്നണം. കൊള്ളാം. ഫ്രൈഡ് ആണോ? പക്ഷെ അകത്ത് ചെറുപയറല്ലേ? അതാണ്. വേണ്ട, അമ്പൂട്ടിന് കൊടുക്കാൻ വെച്ചേരെ. ഞാൻ ചലഞ്ച് ചെയ്ത് തിന്നോളാം. 8ാമത്തെ റൗണ്ടിലായിട്ട് നമ്മൾ വന്നിരിക്കുമ്പോൾ ബാക്കി 7 പോയിന്റും ഞാൻ നേടിയിരിക്കുന്നു. 1 പോയിന്റ് മാത്രം മൃദുല നേടിയിരിക്കുന്നു ഗൈസ്. അപ്പൊ നിങ്ങൾ 6 പോയിന്റ് നീ, 1 പോയിന്റ് ഞാൻ. അല്ല, മൊത്തം 8 അല്ല. സോറി, ഇത് കൂട്ടണ്ടല്ലേ. കണക്ക് പണ്ടേ ജീവിക്കാം. ഓക്കെ, നിങ്ങൾ അമ്പൂട്ടനെ എൻഗേജ് ചെയ്യിക്കാൻ ഞാൻ വേണം. നിങ്ങൾ അമ്പൂട്ടനെ എൻഗേജ് ചെയ്യിക്കാൻ ഞാൻ വേണം. ആരാണ് ഞാൻ? റോബോട്ട് ആക്ച്വലി അവൻ എൻഗേജ്മെന്റ് ആണ്. അതല്ല,
റോബോട്ട് അല്ല, മ്യൂസിക് ഇമ്പോർട്ടൻ്റ് ആണ്. മ്യൂസിക് എപ്പോഴും കേൾക്കും. മ്യൂസിക് അല്ല, ആക്ച്വലി ഇതൊരു ഓപ്ഷൻ ആണ് കേട്ടോ. ഇതവൻ ഡാൻസ് കളിക്കുമല്ലോ എപ്പോഴും, അതൊരു എൻഗേജ്മെന്റ് ആണല്ലോ. അവനെ എൻഗേജ് നമ്മൾ ഒരു കാര്യം അല്ലല്ലോ ചെയ്യാറ്, 100 കാര്യങ്ങൾ ചെയ്യുമല്ലോ. ശരി, അതുകൊണ്ട് ടഫാണ് ഇത് കണ്ടുപിടിക്കാൻ. ആ കബോർഡ് ഇത് എടുക്കാറുണ്ട്. ഇപ്പൊ ഓടി വരുവരുത്. ഇത് ഭയങ്കര എൻഗേജ്മെന്റാ ഗൈസ്. ഇത് തുറന്നിട്ട് കൊടുത്താൽ മതി, അവിടെ ഇരുന്നോളൂ. പിന്നെ പക്ഷെ ഞാൻ ഇപ്പൊ തുറന്നിട്ട് കൊടുക്കാറില്ല. ഇതൊക്കെയാണ് അവന്റെ എൻഗേജ്മെന്റ്. ഓ, ഇത് ഇച്ചിരി ഇങ്ങോട്ട് വീണായിരിക്കും. എങ്ങനെ മനസ്സിലായി? ഡയപ്പറിനകത്താണ് ഇത്. അമ്പൂട്ടിനെ എൻഗേജ് ചെയ്യിക്കാൻ നമ്മൾ ഇതൊക്കെയുള്ള ചെയ്യുന്ന ഡ്രസ്സൊക്കെ എടുത്ത് അരച്ചു വരെ ഇട്ട് കൊടുക്കും. വേറെന്തോടാ അവന് കളിക്കാൻ കൊടുക്കുന്ന ഒന്നും ഇല്ലല്ലോടാ. ഇത് നിനക്ക് മുന്നേ ആൾക്കാർക്ക് കത്തിക്കാണും. എടാ അതെന്തോടാ അങ്ങനെ ഒരു ടോക്ക്? അമ്പൂട്ടിനോട് ചോദിച്ചു, അമ്പു നിന്നെ എൻഗേജ് ചെയ്യിക്കാൻ അച്ഛനും അമ്മയും എന്തോ ചെയ്യുന്നേ? അച്ഛന് പറഞ്ഞോട്. മലയാളത്തിൽ പറയടാ, എന്തോ ചെയ്യുന്നേ പറഞ്ഞോട് അമ്പു. അച്ഛനൊരു മണ്ടനാ. താണ്ട കണ്ടില്ലേ അച്ഛൻ ഇങ്ങനെ നടക്കുന്നേ? അച്ഛൻ ഇങ്ങനെ നടക്കും. അച്ഛൻ ഒന്ന് കട്ട് ചെയ്യോ? ഒന്ന് തിങ്ക് ചെയ്തോ. ഇല്ല കട്ട് ചെയ്ത കിറ്റാ. ഒന്ന് കട്ട് ചെയ്യടി, ഒന്ന് തിങ്ക് ചെയ്തോട്ട് എന്നെ പറയാ. 2 മിനിറ്റ് ഷൊക്കായിട്ടിരിക്കണ്ട. മൗസ് അല്ല, കുഞ്ഞ്. എടാ ഇവന് അങ്ങനെ എൻഗേജ്മെന്റ് എന്റെ തലമുടിയാണ് അവന്റെ ഒറിജിനൽ എൻഗേജ്മെന്റ്. ഇതിൽ പിടിച്ച് വലിക്കുക. സമയം കൊടുത്തിട്ട് എത്ര നേരം എന്നറിയോ? അല്ല, 1 മിനിറ്റ് കൗണ്ട് ചെയ്തോ. ഇനി 1 മിനിറ്റ് കൂടി സമയം മതി. അതിനുള്ളിൽ എനിക്ക് കത്തിയില്ലെങ്കിൽ പിന്നെ. പക്ഷെ എന്നാലും ചെറുങ്ങനെ എടാ ഒന്ന് പറയാടാമ്പോ, കളിപ്പാട്ടം വല്ലോ ആണോ? ഇവൻ എൻഗേജ് ചെയ്യുന്ന നമ്മള് വണ്ടതിന്റെ അപ്പൊ പോയി ഇടി അല്ലടി. അവനെ എൻഗേജ് ചെയ്യുന്ന നമ്മൾ അതൊക്കെ അല്ലേ ചെയ്യാറ് നോർമലി. നിങ്ങൾ അമ്പൂട്ടിനെ എൻഗേജ് ചെയ്യാൻ ഞാൻ വേണം. മനസ്സിലായ? സാധാരണ അവൻ ആ ഡ്രോയ്ക്കകത്തും കാര്യങ്ങളിലകത്തൊക്കെയാണ് അവൻ എൻഗേജ്മെന്റ്. ഞാൻ കണ്ടത് വണ്ടി ഓടിക്കുക അല്ലാതെ TV ആണോ? ആണല്ലേ? എടാ അത് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു എൻഗേജ്മെന്റ് ആണോ? ഇപ്പൊ അവനെ എങ്ങനെ എൻഗേജ്? ശരി ശരി, നല്ല ക്ലൂ അല്ലായിരുന്നോ? പിന്നെ അതിൽ ചോദ്യം ചോദിക്കരുത്, എനിക്ക് ന്യായീകരിക്കാൻ വയ്യ. ഇവിടെ ഇരുന്ന് അവനും കാണുവാ TV. അവൻ എത്ര വട്ടം ഇവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് അടങ്ങിയിരുന്നെന്നറിയോ? അമ്മി, ഞാൻ വിചാരിച്ചു ഇതൊക്കെ നിനക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. എടുത്തോണ്ട് വാ. എടുത്ത് വെച്ചിരിക്കുന്ന ഇടയില് എന്തോന്നടി എന്റെ ഫേവറേറ്റ് ഫുഡ് എല്ലാം നിനക്ക് കിട്ടുന്നേ? എന്തിനാളും കൂടി വെറുതെ. എടാ ഞാൻ എത്ര ക്ലൂ തന്നടാ നിനക്ക്? അവനെ എൻഗേജ് ചെയ്തിരിക്കാൻ നമ്മളിപ്പോ വീഡിയോ എടുക്കുന്ന അവന് TV ഇട്ട് കൊടുത്തേക്കല്ലേ? വേറെ എന്തുവാണ് സവിക്കുന്നത്? ക്ഷമിക്കും. ഷവർമ്മയാണ് അത്, അൽമാസിലെ ഷവർമ്മ. ഓളെ പുല്ലേ 2 മാർക്ക്. അത്യാവശ്യം നല്ല സൈസിലുണ്ട്. സൈസ് കാണുമല്ലോ. അമ്പോട്ട് മഴ പറഞ്ഞു നിനക്ക് TV എന്നിട്ട് നീ കേട്ടില്ല. നമുക്ക് തിന്നാം. കൊള്ളാമോ? നല്ല ഫില്ലിങ്സ് ഒക്കെ ഉണ്ടല്ലേ? ഭയങ്കര ഫില്ലിങ്സ്. ഒരു റിലേഷൻഷിപ്പിലെ സമയം എടുക്കും. ഞാൻ ഇരുന്ന് കഴിക്കട്ടെ. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു 9th റൗണ്ട് ഗെയിം. എനിക്കിപ്പോ ഈ ചലഞ്ചില് എന്റെ ഫേവറേറ്റ് ഫുഡ്സ് എല്ലാം എവക്കും, എവിടെ ഫേവറേറ്റ് ഫുഡ്സ് എല്ലാം എനിക്കാ കിട്ടും. കൂടുതൽ സ്കോർ ചെയ്ത് നിൽക്കുന്നേ. എന്നാലും എനിക്ക് കൂടുതലും ചോക്ലേറ്റ് അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു. എന്റെ കാഴ്ച നിങ്ങളെ പക്ഷിയെ പോലെ പറപ്പിക്കും. സിമ്പിൾ സാധനം. ഡ്രോൺ നീ എടുത്ത് മാറ്റി വെച്ചില്ല. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫലൂഡാ ഗൈസ്. എടാ അത് എളുപ്പമായിരുന്നടാ. അത് എളുപ്പമായിരുന്നു. പക്ഷിയെ പോലെ ഞങ്ങള് വണ്ടി ഓട്ടിച്ചുണ്ടാവും. എല്ലാ പിള്ളേരും കേറിയിരുന്ന ഓട്ടിക്കുന്നത്, അവ ഉരുട്ടേ ഓട്ടിക്കുന്നത്. എല്ലാം ഉണ്ട്. സ്ട്രോബെറി, കിവി, ഫ്രൂട്ട് സലാഡ്. പിന്നെ എല്ലാ ഫ്രൂട്ട്സും കാണുമല്ലോ. ഐസ്ക്രീം ഉണ്ട്, കുഴപ്പമില്ല. അത് എന്റെ ഫേവറേറ്റ് ഫുഡാ. സ്പൂൺ അതിലുണ്ട്, ആ വെള്ള കവറിലുണ്ട് സ്പൂൺ. നൂഡിൽസോടെ
നൂഡിൽസ് ഉള്ള ഫ്രൂട്ട് സലാഡോ? നീ വല്ലതും ഉണ്ടാക്കിയാണോ മാഗി വല്ലതും വെച്ചിട്ട്? ഞാൻ ഉണ്ടാക്കിയത് ആ പെട്ടി ഞാൻ ഉണ്ടാക്കിയോ? നൂഡിൽസ് നമ്മൾ കാശ്മീർ പോയപ്പോ കുഞ്ഞില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, അത് കണ്ടപ്പോഴേ എനിക്ക് ഓർമ്മ വന്നേതായിരുന്നു. മധുരമുള്ള നൂഡിൽസ് അടിപൊളി. താടിയിലൊക്കെ ഇരിക്കുന്നു. ഇവിടെ ഒരാളെന്നെ വണ്ടിയിട്ട് ഇടിക്കുന്ന. ഏട്ടാ, അമ്പു എന്നെ വണ്ടിയിട്ട് ഇടിക്കുന്നെന്ന്. അമ്പു മിണ്ടതില്ല അമ്മ. ഒന്നില്ലല്ലേ അച്ഛന്റെ ഫുഡ് മൊത്തം ഓട്ടിച്ച് അമ്മ നിനക്ക് കൊണ്ട് തരുന്നില്ലേ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട് ഗൈസ്. ഫുഡ് തീർന്നോ? ഫുഡ് എങ്ങനാ? 10 ഞാനില്ലെങ്കിൽ നിങ്ങളുടെ ഒരു പണിയും നടക്കൂല. വൈഫൈ ആണ് നമ്മളെ പണി. ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ലല്ലേ. എടാ അതൊക്കെ എന്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യമോ? അതൊക്കെ എനിക്ക് പെട്ടെന്ന് കത്തും. കണ്ടുപിടിച്ചില്ലേ? ലാസ്റ്റ് 2 റൗണ്ട് ഏട്ടന്റെ റിലേഷൻ വന്നപ്പോ ഏട്ടൻ വേഗം കണ്ടുപിടിച്ച്. ബർഗർ ഫൈനലി കിട്ടിയില്ലേ? ഞാൻ അതുകൊണ്ട് അത് ലാസ്റ്റ് വെച്ചത്. ഹാപ്പി? നമ്മുടെ ഫുഡ് ഫൈൻഡിങ് ചാലഞ്ച് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അതിൽ 8 മാർക്കോട് കൂടി പ്രവീൺ, 2 മാർക്കോട് കൂടി മൃദുല, 10 മാർക്ക് ഫുൾ മാർക്ക് അവരാ എല്ലാവരും തിന്നില്ലേ. 10 മാർക്കോട് കൂടി അമ്പൂട്ടൻ. എല്ലാം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു ഞാൻ. അമ്പളോ എടാ വണ്ടി കേറിയിരുന്നു ഒട്ടിയിടടാ. എടാ വണ്ടി കേറിയിരുന്നു. ഇപ്പോ മൃദുല അടിപൊളിയായിട്ട് വെച്ച് ലാസ്റ്റ് 2 സിമ്പിൾ ആയി പോയി. അത് ഏട്ടന്റെ റിലേറ്റഡ് ആയതുകൊണ്ടാണ്. പക്ഷെ ബാക്കിയൊക്കെ കുറച്ച് ടഫായിരുന്നു. കുറച്ചല്ല, നിങ്ങൾക്ക് ഇത് എത്ര എണ്ണം പറഞ്ഞപ്പോ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എത്ര എണ്ണം കമന്റ് ചെയ്തു താഴെ കമന്റ് ചെയ്യണം കേട്ടോ. എത്ര എണ്ണം കണ്ടുപിടിച്ചു താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഏട്ടൻ വെക്കാത്തടുത്ത് മാക്സിമം വെച്ചിട്ടുണ്ട്. പിന്നെ ഫുഡ് ആയതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും ഒന്നും വെക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ കുറച്ച് നല്ല സ്ഥലങ്ങളിൽ മാത്രമേ വെച്ചുള്ളൂ. പിന്നെ വീടിന്റെ പുറത്ത് വെച്ചില്ല. കാറിലൊക്കെ വെച്ചായിരുന്നു ഏട്ടൻ. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെ പാർട്ടുകളുമായിട്ട് ഇനിയും വരാം. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. ബൈ ബൈ അല്ലേ? ഏട്ടന് വേറെ എന്ത് ഗിഫ്റ്റ് കൊടുക്കുന്നതിനേക്കാളും ഫുഡ് കൊടുത്താൽ ഹാപ്പിയാ. പക്ഷെ മധുര എനിക്ക് എന്റെ ഫേവറേറ്റ് ഫുഡ് അല്ല എനിക്ക് കിട്ടിയത്. ലാസ്റ്റ് കിട്ടി. പക്ഷെ എന്നാ പോലും ഷവായ അല്ല ഷവർമ്മ. മൊത്തം വെള്ളിയാണല്ലോ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നമ്മളെ അവന്റെ അടുത്ത് വന്നിരുന്ന് എടുക്കാം എന്ന് വിചാരിച്ചപ്പോ അവ അങ്ങ് പോയി. വണ്ടിയും കൊണ്ട് ഉരുട്ടി അങ്ങ് പോയി. നമ്മളുള്ളിടത്ത് അവൻ നിക്കണില്ല. അപ്പൊ ഈ ഒരു ചാലഞ്ച് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണല്ലേ ബ്രദറെ? അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള റെഡി കാണുന്നവരെ ഒരു വലിയ മാത്രമേ ഉള്ളൂ നമുക്ക്. ഇല്ല, ഒരെണ്ണം ഇറങ്ങുന്നു കേട്ടോ. ഒരെണ്ണം ഇറങ്ങുന്നുണ്ട്.